കയ്യും വീശി ഇറങ്ങി വന്നത് തൊട്ടടുത്തല്ലേ, വെറും 3 മിനിറ്റ് അല്ലേ ഉള്ളൂ മന്തി ഷോപ്പ് എന്നുള്ള ധൈര്യത്തിലായിരുന്നു. പക്ഷേ താഴത്തെത്തിയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത് ഗൈസ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മഴയ്ക്കുള്ള കോളും ഉണ്ട്. ഇപ്പം എന്തായാലും മഴയില്ല. അപ്പോൾ പിന്നെ നടന്നിട്ട് തന്നെ മന്തി ഷോപ്പിലേക്ക് പോയി. അങ്ങനെ ഞാൻ മന്തി ഷോപ്പിൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇപ്പം സമയം 5:15 ഇതുവരെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ വർക്ക് കഴിയാൻ നിന്നതാണ് ഞാൻ. കാരണം നല്ല പണിയുണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ത്രാണിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് പോയിട്ട് മന്തി കഴിക്കാമെന്ന്. ഞാൻ എപ്പോഴും പോയിട്ട് മന്തി കഴിക്കുന്ന സ്ഥലമാണിത്. പക്ഷേ ആക്ച്വലി ഞാൻ മന്തി കഴിക്കാനല്ലായിരുന്നു പ്ലാൻ, ഫുഡ് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. 2 നാനും ഒരു ക്വാർട്ടർ അൽഫാമും എടുത്തിട്ടപ്പോഴേക്കും 400 ചില്ലാൻ രൂപയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നടന്നു പോകാനല്ലേ ഉള്ളൂ, 220 റുപ്യക്ക് അടിപൊളി മന്തി കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ മന്തി കഴിക്കാൻ പോവാണ്. ഇതാട്ടോ എൻ്റെ ഫേവറേറ്റ് മന്തി ട്രിവാൻഡ്രത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മന്തിയാണ് ഇവിടുത്തെ പെരി പെരി. എനിക്ക് പിന്നെ നോർമൽ മന്തി വലിയ ഇഷ്ടമല്ല, എന്തോ അതിനൊരു ഫ്ലേവറും ഇല്ലാത്ത പോലെ തോന്നും. ഈ മയണൈസും പിന്നെ ഈ റെഡ് ടൊമാറ്റോ സാധനമൊന്നും എനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ കഴിക്കാറില്ല. പക്ഷേ സാലഡ് എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഓർഡർ ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് എനിക്ക് 40-50 രൂപ കൊടുത്ത് ഓട്ടോ പിടിച്ച് വരേണ്ടി വന്നു. പക്ഷേ എന്നാലും വേഗം എത്തിയിട്ടോ. നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കാഞ്ഞത് അധികം. കാരണം കുടയും ഇല്ല, പിന്നെ മഴയത്ത് അവിടെ നിന്നിട്ട് എന്തിനാ. അപ്പം ഞാൻ പിന്നെ ഓട്ടോ പിടിച്ചിട്ട് തിരിച്ചു പോന്നു. യാ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കുട്ടി ഫുഡ് അടിക്കഥ.